ഹലോ, അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ചരിത്രത്തിൻ്റെ പേരാണ് സ്വർണത്തിൻ്റെ ഭരണി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ സ്വർണത്തിൻ്റെ ഭരണി എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മറ്റൊരാളിൽ നിന്നും ഒരു വീട് വാങ്ങിയ വ്യക്തിക്ക് അതിൽ നിന്നും സ്വർണത്തിൻ്റെ ഒരു ഭരണി കിട്ടി. അപ്പോൾ ആദ്യത്തെ ഉടമയോട് പറഞ്ഞു, നിങ്ങളുടെ സ്വർണം നിങ്ങൾ എടുത്തുകൊള്ളുക. ഞാൻ താങ്കളിൽ നിന്നും ഭൂമി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, സ്വർണം വാങ്ങിയിട്ടില്ല. വിറ്റ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ഞാൻ താങ്കൾക്ക് ഭൂമിയും അതിലുള്ളതും കൂടിയാണ് വിറ്റത്. ഇവർ രണ്ടുപേരും ഒരാളിലേക്ക് വിധി തേടിപ്പോയി. വിധികർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് മകളുണ്ടോ? ഒരാൾ പറഞ്ഞു, എനിക്കൊരു ആൺകുട്ടിയുണ്ട്. മറ്റൊരാൾ പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടിയുമുണ്ട്. വിധികർത്താവ് പറഞ്ഞു, പെൺകുട്ടിയെ ആൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും എന്നിട്ട് ഈ സ്വർണത്തിൽ നിന്ന് അവർക്ക് വേണ്ടി ചിലവഴിക്കുകയും സ്വതക്ക ധർമ്മം നൽകുകയും ചെയ്യുക. അപ്പോൾ ഈ കുഞ്ഞു ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്നാമതായിട്ട് സത്യസന്ധത. തനിക്ക് അർഹതയില്ലാത്ത മുതലാണെങ്കിൽ അത് തനിക്ക് ആവശ്യമില്ലെന്ന ചിന്താഗതി നമുക്ക് ഓരോരുത്തർക്കും വേണം. രണ്ടാമതായിട്ട് കുഴിച്ചിട്ടപ്പെടാത്ത വല്ലതും കിട്ടിയാൽ അതിൻ്റെ ആളെ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ കളഞ്ഞു കിട്ടിയ വസ്തുവിൻ്റെ വിധിയാണ് അതിൽ